ഹലോ ഗൈസ്, പുതിയവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്ന് MBAയുടെ മാത്ത് എക്സാം എഴുതാൻ വേണ്ടി ഇവിടെ ഒരു കോളേജിലേക്ക് വന്നിരിക്കുകയാണ്. സോ എന്തായാലും എഴുതി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. പുള്ളി ബിരിയാണി വന്നിട്ട് ഇവിടെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും കയറി നോക്കാം ഗൈസ്. അപ്പോൾ അങ്ങനെ എക്സാം കഴിഞ്ഞ് വരുന്ന വഴിയാണ് നമ്മളിവിടെ കടയിൽ കയറിയത്. ഓർഡർ പറഞ്ഞിട്ടുണ്ട് 2 ചിക്കൻ ബിരിയാണിയും. സോ എന്തായാലും നോക്കാം. എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്, ആരാന്നത് കാണിച്ചു തരാം കേട്ടോ. സോ എന്തായാലും നമ്മുടെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചകാട്ടും അത്ര ടഫായിരുന്നില്ല. പക്ഷേ എന്താവുന്നുള്ളത് മാർക്ക് വരുമ്പോൾ അറിയുള്ളൂ. മാത്സ് ടഫായിരുന്നു. പിന്നെ ഈ ബിസിനസ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ മോനസി ഭയങ്കര ടഫ്, ഒരു തേങ്ങ കിട്ടാത്ത പോലെയായിരുന്നു. കാരണം നമ്മൾ വായിക്കുന്നതും ഇവർ ചോദിക്കുന്നതും നമ്മൾ ഒരു ബന്ധമില്ലാത്ത, നമ്മൾ അത്രയും ബിസിനസ് എവിടെ നിന്ന് പോയി തപ്പി പിടിച്ച് കിട്ടാമെന്നൊന്നും അറിയില്ല. പക്ഷെ ബാക്കി ഇംഗ്ലീഷും ലോജിക്കൽ റീസണിങ് കാര്യങ്ങളൊക്കെ കുഴപ്പമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേറൊരാൾ കഴിയാൻ പോയേക്കാം. ആൾ വന്നതിന് ശേഷം ആരാന്ന് കാണിച്ചിട്ട് ഞാൻ ആളുടെ റിവ്യൂ കൂടി പറയാം. ഹായ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ വേറൊരാൾ. അങ്ങനെ മാച്ചിൻ്റെ എക്സാം കഴിഞ്ഞ് വാവ് ആയിട്ടുണ്ടായിരുന്നു. വാവ്, എനിക്കൊന്നും പറയാനില്ല, നോ കമൻസ്. പക്ഷെ അങ്ങനത്തെ ആ ഒരു വിഷമം ഉണ്ടെങ്കിലും അല്ല, പരീക്ഷയും തീർന്നു. പ്ലസ് പരീക്ഷ കഴിയുമ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണമല്ലോ, അതെങ്കിലും നടക്കണമല്ലോ കാര്യസമയത്ത്. അങ്ങനെ കുറച്ച് പേര് റെക്കമെൻഡ് ചെയ്ത് നല്ലൊരു അടിപൊളിച്ചായിരുന്നു. കാണിച്ചത് കണ്ടോ, അടിപൊളി. അങ്ങനെ ബിരിയാണി കഴിക്കാൻ വന്നേക്കോ. ഇവിടുത്തെ ബിരിയാണിക്ക് ഭയങ്കര വലിയ കുറേ പേര് ഇങ്ങനെ ഭയങ്കര ഹൈപ്പൊക്കെ തന്നേക്കോ. എനിക്ക് കൊള്ളത്തില്ലെങ്കിൽ തന്നവർ കമൻറ്റ് പറഞ്ഞവരെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് തീർന്നായിരിക്കും. So guys, yeah, എക്സാമിനെ കുറിച്ച് പറയണമെങ്കിൽ ഇംഗ്ലീഷ് വാസ് ഫൈൻ, ബട്ട് ദെൻ കറണ്ട് അഫയേഴ്സ് എല്ലാം അപ് ടു ഡേറ്റ് ആയിരുന്നു. കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു 2025 ഒന്നും ചോദിക്കത്തില്ല, 2024 എന്ന് വെച്ചാൽ മൊത്തം 2025 എന്നാണ് ചോദിച്ചത്. എൻ്റെ ഈ കോലം കണ്ടിട്ട് നിങ്ങളൊന്നും പേടിക്കാതെ ഞാൻ തന്നെയാണ്. ഇന്നത്തെ എൻ്റെ അടുത്ത എക്സാമിനർ എൻ്റെ ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ കണ്ടിട്ട് പറയാം ഞാനല്ലെന്ന്. നിങ്ങളെ ഫോട്ടോ ഒന്ന് കാണിക്കാതെ, 1 സെക്കൻഡ് ഞാൻ ഫോട്ടോ കാണിച്ചു തരാവേ. കോംപ്ലിമെന്ററി സൂപ്പ് വന്നിട്ടുണ്ട് ഗൈസ്. മട്ടൻ സൂപ്പാന്ന് തോന്നുന്നു. മട്ടൻ സൂപ്പാന്ന് തോന്നുന്നു. കാണിച്ച അല്ല, സൂപ്പ് എന്ന് പറഞ്ഞു. മട്ടൻ കാൽ സൂപ്പാന്ന് തോന്നുന്നു. ഇതാണ് ഫോട്ടോ. ഈ ഫോട്ടോ ഇത് ഞാനല്ലേ, മുടി ഷോർട്ടാണെന്നേ ഉള്ളൂ, പക്ഷെ ഇത് ഞാൻ തന്നെയാണ്. അതെ അതെ. വേറെ കമന്റ്സ് ഉണ്ടെങ്കിൽ മട്ടൺ സൂപ്പ് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഓക്കെ ഗൈസ്. മട്ടൻ സൂപ്പ് തന്നെയല്ലേ? മട്ടൻ ഗ്രേവി തോന്നി. മട്ടൻ കാല് സൂപ്പ് പോലെ എനിക്ക് തോന്നുന്നു. സൂപ്പ് തന്നെയാണോ? മട്ടൻ കാലിന്റെ സൂപ്പ്. മട്ടൻ്റെ ഞാൻ ആദ്യമായിട്ട് മട്ടൻ കാല് സൂപ്പാണ്. സക്സസ്. ബിരിയാണി അതെ അതെ തീർക്കാൻ നമുക്ക് നോക്കാം. വെച്ച് വാങ്ങാം, കഴിച്ച് തീർക്കാൻ നമുക്ക് നോക്കാം. ഞങ്ങളുടെ യമ്മി ബിരിയാണി വന്നു. അതെനിക്ക് വേണ്ട, നീ കഴിച്ചോ. പിന്നെ ഇതിൻ്റെ കൂടെ എന്താണ്ടൊക്കെയോ തന്നിട്ടുണ്ട്. ഓ, കേസരി തന്നിട്ടുണ്ട്. അങ്ങനെ എന്തിനാ 2 പറഞ്ഞെന്ന് ഭയങ്കര ഞങ്ങൾ അതാ ഒരെണ്ണം കഴിക്കുന്നു, എന്നിട്ട് പറ്റിയില്ലെങ്കിൽ മറ്റേത് ഞങ്ങൾ പാഴ്സലാക്കുന്നു. ഓക്കെ, കം ലെറ്റ്സ് ഈറ്റ് ദ ഫുഡ്. ഗൈസ്, വിളമ്പിക്കോ. ഇതാണോ അതാണോ? ഇതെടുക്കോ. ഇങ്ങനെ ഞങ്ങളുടെ ബിരിയാണി എത്തി. അയ്യോ, ഇതിവിടെ വെച്ചേക്കാം. വിളമ്പിത്തരായിരുന്നു അവർക്ക്. മുട്ട ഞാൻ പകുതി മുറിച്ചു. മുട്ട എനിക്ക് വീണു. മുട്ട ആൻഡ് ചിക്കൻ പീസ്. Let's try. നമ്മൾ ചൂടോടെ ഒരു ചിക്കൻ പീസ് എടുക്കുക. ചിക്കൻ സോഫ്റ്റ് ആണ്. വെരി സോഫ്റ്റ്. ഇങ്ങനെ നമ്മൾ പറിക്കുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിരുന്നു. ബിരിയാണി കഴിച്ചില്ല.
കുഴപ്പമില്ല, പറഞ്ഞ ഹൈപ്പിന് എനിക്ക് തോന്നുന്നില്ല അല്ലേ? ഹൈപ്പിനുള്ള സാധനമൊന്നുമില്ല, പക്ഷെ നല്ല ബിരിയാണി എനിക്കിഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് തമിഴ്നാട് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കമ്പയർ ടു കേരള ബിരിയാണി. അപ്പം ദിസ് ചുമ്മാ എനിക്ക് അപ്പം ഇത് നല്ല ബിരിയാണിയാണ്. ആമ്പൂർ സ്റ്റൈലല്ല, ബസ്മതി റൈസ് തന്നെ ഇട്ടിട്ടുള്ള ജീരകശാലയല്ല, ബസ്മതി റൈസ് ഇട്ടിട്ടുള്ള റൈസ്. ഒരു ഹൈദരാബാദി മിക്സ്ഡ് സാധനം, എന്തോ കുഴപ്പമില്ല, നല്ല ഒരു മുസ്ലിം ടച്ചുള്ള സാധനം. അത് ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പേര് പോലെ തന്നെ കൊള്ളത്തില്ല, നല്ല അടിപൊളിയാണ്. ഒരു 8.5 എനിക്ക് കൊടുക്കാം. 8.5 കൊടുക്കാം. നല്ലയാ. കഴിച്ചിട്ട് ഞാൻ ബാക്കി പറയാം. അങ്ങനെ ഞാനും എത്തി ക്രീം സ്റ്റോണിൽ കൺസര. നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കാണാൻ ഇവരെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഗൈസ്. ഞങ്ങൾ ചോക്കോ ഹീസിലാണോ പറഞ്ഞത്? ചോക്കോ ഹീസിലാണോ എന്ന് എനിക്കറിയത്തില്ല. അത് ചോക്കോ ഹീസിലാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ഓക്കെ ഹീസിലാവുമ്പോൾ ടിക്കറ്റ് ഇടുന്നേ. എന്തൊക്കെയൊക്കെയൊക്കെയോ ഇടുന്നുണ്ട് അവര്. ഗൈസ് ഞങ്ങളുടെയാണല്ലോ, കണ്ടോ ക്രീം സ്റ്റോവ്. ഒരു വേഫർ ഇട്ട് തന്നു. അലൻ ഓറിയോ എന്ന് പറഞ്ഞപ്പോൾ അവന്മാരെ ഓറിയോയും കൂടെ ഇട്ട് ഒരു ഓറിയോ കൂടെ കിട്ടി ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ പോയി വന്നതിന് ശേഷം ഒന്ന് കടന്നുറങ്ങി, പിന്നെ എഴുന്നേറ്റ് നമ്മളെ ബാഡ്മിൻ്റൺ കളിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. സോ ഇത്രയും നമ്മൾ ഇന്നത്തെ ഇവിടെ 4 അടിപൊളി വ്ലോഗായി വരുന്ന എല്ലാവർക്കും ബൈ.